രാമോജി റാവു അന്തരിച്ചു. രാമോജി റാവു ഫിലിം സിറ്റി സ്ഥാപകനാണ്. ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. ഈനാട് MD-യും രാമോജി ഫിലിം സിറ്റി സ്ഥാപകനുമായ രാമോജി റാവു അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. രക്തസമ്മർദ്ദം, ശ്വാസതടസ്സം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രാമോജി റാവു വിട പറഞ്ഞതോടെ തിരശീല വീണത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന ഒരു ജീവിതത്തിന്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ ബിസിനസ് ടൈക്കൂണും മാധ്യമ മേധാവിയുമായി മാറിയ രാമോജി റാവു കൈവച്ച മേഖലകളിലെല്ലാം പൊന്നു വിളയിച്ചാണ് തന്റെ ജീവിതയാത്ര പൂർത്തിയാക്കിയത്. 1936 നവംബർ 16 ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ ഗുഡിവാഡയിൽ ഒരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചത്. 1983 അദ്ദേഹം ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ ഉഷാകിരൺ മൂവീസ് സ്ഥാപിക്കുന്നത്. മാർഗദർശി ചിറ്റ് ഫണ്ട്, രമാദേവി പബ്ലിക് സ്കൂൾ, പ്രിയ ഫുഡ്സ് എന്നിവയുടെ സ്ഥാപകനാണ് അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ ഡോൾഫിൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ചെയർമാൻ കൂടിയായിരുന്നു രാമോജി. കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടി അന്നദാത എന്ന ആദ്യ മാസിക ആരംഭിച്ചു. തുടർന്ന് അദ്ദേഹം ഈനാട് പത്രത്തിലൂടെ തെലുങ്ക് ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. പിന്നീടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ കോംപ്ലക്സായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇടം നേടിയ ഫിലിം സിറ്റി ആരംഭിച്ചത് ഇദ്ദേഹമായിരുന്നു. മാധ്യമരംഗത്തും മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടങ്ങളുടെ ഉടമയാണ് രാമോജി റാവു. ETV എന്ന പേരിൽ ഒരു ഡസനിലേറെ ടെലിവിഷൻ ചാനലുകളാണ് രാമോജി റാവു സ്ഥാപിച്ചത്. ഹിന്ദിക്ക് പുറമെ തെലുങ്ക്, ബംഗ്ല, മറാത്തി, കന്നഡ, ഒറിയ, ഗുജറാത്തി, ഉറുദു, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ETV സംപ്രേഷണം ചെയ്തു. പത്രപ്രവർത്തനം, സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നൽകിയ സംഭാവനകൾക്ക് 2016 ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 4 ഫിലിംഫെയർ അവാർഡും ദേശീയ ചലച്ചിത്ര അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. ഒരു കാലഘട്ടത്തിനപ്പുറം മലയാള സിനിമയെയും രാമോജി റാവു ഫിലിം സിറ്റിയിലേക്ക് പറിച്ചുനട്ടു. ലോകശ്രദ്ധ നേടിയ മികച്ച പല സിനിമകളുടെയും ഷൂട്ട് ചെയ്തത് രാമോജി റാവു ഫിലിം സിറ്റിയിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.